RSS ആക്രമണത്തിൽ മനം നൊന്ത് കലാപ്രവർത്തനം നിർത്താൻ ആലോചിച്ചെന്ന് കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ. RSS ആക്രമണങ്ങൾ തന്നെ മടുപ്പിച്ചുവെന്നും ഗുരു ചേമഞ്ചേരി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ആ റിപ്പോർട്ടിലേക്ക്. ഇത്തരം ആക്രമണങ്ങൾ തന്നെ മടുപ്പിക്കുന്നു. കലയ്ക്കുവേണ്ടി മാത്രമാണ് ഈ ഒരു കലാലയം തുടങ്ങിവെച്ചത്. നിർത്തിയാലോ എന്ന് തോന്നുന്നു. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ വാക്കുകളാണിത്. നമ്മൾ കലയ്ക്ക് തന്നെ ഞാൻ എനിക്കത് എനിക്ക് മടുത്തു എന്ന് വെച്ചാൽ ഇത് വേണ്ടെന്നൊക്കെ 100 ആയില്ലേ, 100 കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ഇനി ഇല്ലേ ഇത് ഇങ്ങനെ ഇത് ഇവിടെ മാത്രമേ ഇത് നമ്മുടെ സ്വന്തം സ്ഥലത്തും. തന്റെ കലാലയത്തിന് നേരെ RSS ആക്രമണം നടന്ന് 2ാം ദിവസമാണ് മുംബൈയിൽ നിന്നും ഗുരു തിരിച്ചു നാട്ടിലെത്തുന്നത്. വിദ്യ അഭ്യസിപ്പിക്കുന്ന കലാലയമുറ്റത്ത് കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് പാഞ്ഞെടുത്ത അക്രമികളോടുള്ള ദേഷ്യം ഗുരു മറച്ചുവെക്കുന്നില്ല. താനായിരുന്നു അവിടെയെങ്കിൽ തന്നെയും അവർ ആക്രമിച്ചേനെ. വിനയം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ മുഖം ഇടയ്ക്ക് രോഷത്തിലേക്ക് കടക്കുന്നുണ്ടായിരുന്നു. എന്നെയല്ലേ ഇവർ അടിക്കാതെ ഞാൻ ഉണ്ടെങ്കിൽ അല്ലേ, അല്ല എൻ്റെ ആളല്ല, അവരോട് ആരോടും ഒരു വർത്താനം പറയാണ്ട് അവർ പോയിട്ട് അടിക്കുന്നത്. അതാ വലിയ സങ്കടം. കഴിഞ്ഞ ദിവസമാണ് ഗുരുവിന്റെ കഥകളി വിദ്യാലയത്തിൽ RSSന്റെ ആക്രമണം ഉണ്ടായത്. 15ഓളം വരുന്ന RSSുകാർ ചെണ്ട അഭ്യസിപ്പിക്കുന്ന അജിത്ത് മാരാരെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ അധ്യാപകൻ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശിഷ്യരോടുള്ള അകമൊഴിഞ്ഞ സ്നേഹവും ആത്മാർത്ഥതയും തുളുമ്പുന്ന മനസ്സിൽ നിന്നും ഗുരുവിന് സമൂഹത്തോട് പറയാനുള്ളത് കലാഭ്യസിപ്പിക്കുന്ന കളരികളിൽ ഇത്തരം ആക്രമണങ്ങൾ ഇനി ഉണ്ടാകരുതെന്നാണ്. ഒരു ഗുരുവിന് ശിഷ്യൻ നൽകേണ്ട ദക്ഷിണ ഇതാണോ എന്നാണ് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമാഷും ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തന്നെ മടുപ്പിക്കുന്നുവെന്നും ഗുരു തുറന്നു പറയുന്നു. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. ഈ വിഷയത്തിൽ SR ശക്തിധരൻ, VK ജോസഫ്, രാഹുൽ ഈശ്വർ, മാധ്യമപ്രവർത്തകൻ P രാജൻ ഇവരിലേക്ക് വരും മുമ്പ് ആദ്യം KT കുഞ്ഞിക്കണ്ണനിലേക്ക്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, മേഘയുടെ റിപ്പോർട്ട് കോഴിക്കോട് നിന്ന്, ആ റിപ്പോർട്ട് താങ്കളും ഇപ്പോൾ കേട്ട് കാണും. താങ്കൾ ഈ അവസ്ഥ, അതായത് ചേമഞ്ചേരിക്കുണ്ടായ അവസ്ഥ അടുത്തറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഏതു തരത്തിലാണ് അവിടെ ഉണ്ടായ സംഭവം? ആരാണ് ഇതിന് പിന്നിൽ? ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. രാജ്യത്തെമ്പാടും തങ്ങൾക്ക് അനഭിമതരായ കലാകാരന്മാർക്കും ബുദ്ധിജീവികൾക്കും സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും ഒക്കെ എതിരായിട്ട് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കയ്യൂക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ കടന്നാക്രമങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ വേണം ഈ ചേരിയ കഥകളി വിദ്യാലയത്തിന് നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളെയും നമ്മൾ കാണാൻ. ചേരിയ കഥകളി വിദ്യാലയത്തിൽ നടന്ന എന്താണ്? ഈ ചെണ്ട വാദ്യം പോലുള്ള ഒരു കലാപരിശീലനം എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ശിക്ഷണ രീതിയിലാണെന്ന് പഠിപ്പിക്കുന്നത്. അവിടെയുള്ള ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് സംഘപരിവാറിന്റെ, ഈ കുട്ടിയുടെ അച്ഛനൊരു RSSകാരനാണ്, സംഘപരിവാറിന്റെ 15ഓളം ആളുകൾ ആ കലാവിദ്യാലയത്തിൽ കടന്നു വന്ന് രക്ഷിതാക്കളും കുട്ടികളും നോക്കി നിൽക്കെ ഈ അധ്യാപകനെ അജിത് മാരാരെ ഭീകരമായി മർദ്ദിച്ചത്, അവിടെ ഭീകരത സൃഷ്ടിച്ചത്. ഈ RSSകാര് മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തൊട്ടാകെ കാണിക്കുന്ന നെഞ്ചൂക്കും കയ്യൂക്കും, മഹാനായ ഒരു കലാകാരൻ, കേരളമാകെ ആദരിക്കുന്ന വന്ധ്യവയോധികനായിട്ടുള്ള ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഗുരു ചേമഞ്ചേരിയുടെ ഉടമസ്ഥയിലുള്ള അദ്ദേഹം നേരിട്ട് നടത്തുന്ന ഒരു കലാവിദ്യാലയത്തിന് നേരെ പോലും ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത അങ്ങേയറ്റം നിന്ദാകരമായ നിലപാടുള്ള ആളുകളാണ് ഈ പ്രവർത്തനം നടത്തിയത്. അത് വളരെ ഞെട്ടലോടെയാണ് ഒരുപക്ഷെ കലാകേരളം അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്നവരെല്ലാം, കലാകേരളം എന്ന് പറഞ്ഞുകൂടാ, രാജ്യാന്തര പ്രശസ്തിയാണ് ഗുരുവിനുള്ളതും. ഈ ആരാണോ അക്രമികൾ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ ശ്രീ കുഞ്ഞിക്കണ്ണൻ? ഇല്ല. പോലീസ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് വെച്ചാല് ഈ കുട്ടിയുടെ രക്ഷിതാവ് എന്ന് പറയുന്ന ഈ ചേരിയക്ക് തൊട്ടടുത്തുള്ള എളാട്ടേരിയിലെ ഒരു RSSകാരനെ അറസ്റ്റ് ചെയ്തു. 15 ആളുകളെ പ്രതി ചേർത്തിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഈ 15 ആളുകളും എന്ന് പറയുന്നത് ഒരു യാദൃശികമായ ഒരു സംഭവത്തിന്റെ, അതിനോടുണ്ടായ ഒരു വികാര വിക്ഷോഭത്തിന്റെ ഭാഗമായി കടന്നു ചെന്ന് ആക്രമിച്ചല്ല. RSSന്റെ സ്ഥിരം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊയിലാണ്ടി പോലീസ് തന്നെ രജിസ്റ്റർ ചെയ്ത 15ഓളം കേസുകളിൽ പ്രതിയായ ആളുകളാണ് ഇതിൽ പല ആളുകളും. അപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള സംഘപരിവാറിന്റെ സ്ഥിരം ഗുണ്ടാസംഘങ്ങളാണ് ചേരിയ വിദ്യാലയത്തിന് നേരെ ആക്രമണം നടത്തിയത് എന്നുള്ളത് ഇത് ആസൂത്രിതമാണ്. ഇത് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളുകളാണ് ഞങ്ങളെന്ന് ഈ കലാകേരളത്തോട് വിളിച്ചു പറയുകയാണ് സംഘപരിവാർ ഇത്രയും നിന്ദ്യമായ ഒരു ആക്രമണം നടത്തുക വഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പ്രതികരിച്ചതിന്. SRSലേക്ക്. SRS, KT കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിക്കുന്ന പ്രദേശത്തോട് വളരെ അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയ വ്യക്തിയാണ്. അവിടെ ഇപ്പോൾ ചേമഞ്ചേരിയിൽ ഈ വാർത്ത നിൽക്കുമ്പോൾ കൽബുർഗിയുടെ കാര്യമെടുത്താൽ, പൻസാരയുടെ കാര്യമെടുത്താൽ, അതുപോലെ KS ഭഗവാൻ അദ്ദേഹത്തിനോട് വന്നിട്ടുള്ള ഭീഷണി ട്വിറ്ററിലടക്കം നാം എല്ലാം കേട്ടുകഴിഞ്ഞതാണ്. രാജ്യത്തിൻ്റെ
അവസ്ഥ ഏതു തരത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ കോട്ട് ചെയ്യപ്പെടുന്നത് സാംസ്കാരിക ഫാസിസം. ഒരു ജനത എത്രമാത്രം അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകപ്പെടുന്നത്? ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? അല്ല, ഇവിടുത്തെ കോൺഗ്രസ് തന്നെ ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വേറെ മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ ഈ മാർക്സിസ്റ്റുകാർക്ക് സ്വാധീനമുണ്ട് എന്നുള്ളത് കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമം ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ? നിങ്ങളൊന്നും കണ്ണു തുറന്ന് നോക്ക്. ഏതെങ്കിലും ഒരു മാധ്യമം ഇങ്ങനെ ഇത്രയും ബഹുമാന്യനായ, ഇത്രയും കേരളം ആദരിക്കുന്ന ഒരു മഹൽ പുരുഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാലയത്തിൽ കയറി ഇത്തരത്തിലുള്ള ക്രൂരത കാണിച്ചിട്ട് അതിലെ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാൻ പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ മാധ്യമങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ തരത്തിലുള്ള ഫാസിസ്റ്റ് ചിന്താഗതിക്കാരടങ്ങുന്ന ഒരു വിഭാഗമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതിപ്പോൾ സംഘപരിവാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി കൂടുതലാകും, രൂക്ഷമാകും എന്നുള്ളതാണ് ഇപ്പോൾ സമീപ ഭാവിയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഇപ്പോൾ അവിടെ കണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇതിനെതിരായിട്ട് ഈ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്തെങ്കിലും പറയുന്നുണ്ടോ? അതുപോലെ തന്നെ മുഖ്യമന്ത്രി, എന്ത് കാര്യത്തിലും അഭിപ്രായം പറയുന്ന മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കോട്ടെ, ഇവിടെ മാർക്സിസ്റ്റുകാരെ ഒതുക്കിയാൽ മതി എന്നുള്ളൊരു ഏക ചിന്തയല്ലാതെ വേറെ യാതൊന്നും കോൺഗ്രസിനുമില്ല, RSSനുമില്ല, അതിന് നേതൃത്വം നൽകുന്ന BJPക്കുമില്ല, സംഘപരിവാറിനുമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അവർ യോജിക്കും ആ കാര്യത്തിൽ. ഈ വേറൊന്നും കൊണ്ടല്ല, ഇതുകൊണ്ട് മാത്രം മറ്റൊരു സംസ്ഥാനത്തിലും അത്തരത്തിലുള്ളൊരു ധ്രുവീകരണമോ ഏകീകരണമോ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ അത് വളരെ ശക്തിയായി വരും. ഇനിയിപ്പോൾ നമ്മുടെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഈ നാളുകളിൽ ഇത് കുറച്ചുകൂടി രൂക്ഷമാകും. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രധാന വാർത്തകളിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, RSSനെയും കോൺഗ്രസിനെയും യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ BJPയെയും സംഘപരിവാറിനെയും യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യവസായ പ്രമുഖൻ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഇതെല്ലാ കാലത്തും ഇവിടെ ഉള്ളതാണ്. അത് ഇപ്പോഴും ആവർത്തിക്കും. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് വേണം നാം ഇതിനെ കാണാനായിട്ട്. അല്ലാതെ ഇപ്പോൾ അവിടെ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ എന്തെങ്കിലും ശാസിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഹരമേൽപ്പിക്കുകയോ ചെയ്താൽ അത് ഈ രീതിയിലാണോ വെളിയിൽ നിന്നുള്ള ആൾ വന്നിട്ട് കൈകാര്യം ചെയ്യേണ്ടത്? അതിന് എത്രയോ മാർഗ്ഗങ്ങളുണ്ട്. ആ കുട്ടിക്ക് തന്നെ വേണമെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് പരാതി പറയാം. ഇതൊന്നുമല്ല. ഇത് നിങ്ങളിവിടെ പറഞ്ഞതുപോലെ സാംസ്കാരിക ഫാസിസം നമ്മുടെ രാജ്യത്ത് എങ്ങനെ നടപ്പാക്കാൻ കഴിയും, അതൊരു ടെസ്റ്റ് കേസായിട്ട് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിൻ്റെ കൂടി ഒരു ഉദാഹരണമായിട്ട് വേണം നാം ഇതിനെ കാണാനായിട്ട്. യെസ്, VK ജോസഫ്, ഇത്തരം വാർത്തകൾ പണ്ടൊക്കെ ഒറ്റപ്പെട്ട വാർത്തകളായിരുന്നു. ഇനി അടുത്ത കാലത്ത് നാം ഇത് ചർച്ച ചെയ്യുമ്പോൾ പോയ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം എടുത്തു കഴിഞ്ഞാൽ പേരുകളും ഈ വാർത്തകളും ആവർത്തിക്കുകയാണ്. കൽബുർഗി എന്ന വാർത്ത വരുന്നു, പൻസാരെ, KS ഭഗവാൻ, രജനീകാന്ത്, പെരുമാൾ മുരുകൻ, ഇത്തരത്തിൽ ആ പേരുകളും അവരോടുള്ള സമീപനവും ഏത് അവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്കാരം, അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെ തനത് ആർജവം എന്ന് പറയുന്ന വാക്ക് സംസ്കാരത്തിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഘോഷിക്കുന്ന അതിൻ്റെ വക്താക്കളാകുന്ന പ്രവർത്തകർക്ക് നേരെ, സാംസ്കാരിക പ്രവർത്തകർ വാക്ക് വന്നാൽ അവിടേക്ക് ഏതുതരം അജണ്ട സെറ്റിംഗ് ആണ് ബോധപൂർവം നടക്കുന്നത്? എപ്പോഴും രാഷ്ട്രീയമായ അധീശത്വം സാധ്യമാവുന്നത് സാംസ്കാരികമായ ഒരു മണ്ഡലത്തെ തകർത്തുകൊണ്ടാണ്, അതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ്, അതിനെ നിശബ്ദമാക്കിക്കൊണ്ടാണ്. കാരണം സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ, എഴുത്തുകാർ, കലാകാരന്മാർ അവരാണ് നിർഭയരായി സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതാണെപ്പോഴും ജനങ്ങളുടെ ജനാധിപത്യത്തിൻ്റെയും മതേതര ബോധത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും ഒക്കെ കാവൽക്കാരാണവർ. ആ കാവൽക്കാരെ നിശബ്ദരാക്കിയാൽ എളുപ്പത്തിൽ അമിതാധികാരത്തിൻ്റെ ശക്തികൾക്ക്, ഫാസിസ്റ്റുകൾക്ക് അധികാരം കൈവെക്കും. അത് ഇന്ത്യയിലിപ്പം വളരെ പ്രത്യക്ഷത്തിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ RSSനെ പിന്തുണയ്ക്കുന്ന ചില ബുദ്ധിജീവികളടക്കം ആളുകൾ പോലും രഹസ്യമായി സമ്മതിക്കുന്ന ഇത് ഏതു തരത്തിലുള്ള അപകടത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉത്കണ്ഠപ്പെടുന്ന RSSനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരടക്കം ചില ആൾക്കാർക്കുണ്ട്. പക്ഷേ അതിൻ്റെ ഹാർഡ് കോറായിട്ടുള്ള അതിൻ്റെ മുഴുവൻ പദ്ധതികളും പ്ലാൻ ചെയ്യുന്ന RSSൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് അതിന് ആയിരക്കണക്കിനുള്ള അതിൻ്റെ ഉപസംഘടനകളെ മുമ്പോട്ട് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പേടിപ്പിക്കുക എന്നുള്ളതാണ്. നിശബ്ദരാക്കുക, നിങ്ങൾക്കൊന്നും നിങ്ങൾ സംസാരിക്കേണ്ടതില്ല, നിങ്ങൾക്കെതിരായ എന്തിനേയും തകർക്കും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഏറ്റവും കേരളത്തിലൊക്കെ ഒരുപക്ഷെ പ്രതീക്ഷിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിലാണ് ഡോക്ടർ MM ബഷീറിനെ പോലെ ഒരു പണ്ഡിതനായിട്ടുള്ള മലയാളത്തിലെ
പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ, ഒരു സാംസ്കാരിക പ്രവർത്തകൻ, ഒരു അധ്യാപകൻ, വളരെ സെക്കുലറായി പിന്നെ എല്ലാ ആൾക്കാരുമായി ബന്ധമുള്ളൊരു മനുഷ്യൻ, അയാളെ പേടിപ്പിക്കുകയും വിരട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് രാമായണത്തെക്കുറിച്ച് എഴുതാൻ നിങ്ങൾക്കെന്ത് അധികാരം എന്നുള്ളതാണ്. അപ്പോൾ രാമായണം തന്നെ എഴുത്തച്ഛൻ രാമായണം മാത്രമല്ല, വാൽമീകി രാമായണമുണ്ട്, നിരവധി രാമായണങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ധാരാളം പഠനങ്ങൾ, ഇടപെടലുകളൊക്കെ നടന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം അതൊന്നും സാധ്യമല്ല. ഏകശിലാരൂപത്തിലുള്ള ചില അഭിപ്രായങ്ങൾ ഞങ്ങൾ രൂപീകരിക്കും, അത് നിങ്ങൾ കേട്ടാൽ മതി, അതാണ് ശരി എന്നുള്ള തരത്തിലുള്ള, അങ്ങനെയാണ് ഫാസിസം അതിൻ്റെ കൊമ്പുകൾ മുളപ്പിക്കുന്നത്. ലോകമെങ്ങാടും, ഇവിടെ മാത്രമല്ല, ലോകമെമ്പാടുള്ള ചില ജർമ്മനിയിൽ ഫാസിസം ഉയർന്നു വന്നപ്പോൾ ആ രാജ്യത്തെ പ്രധാനപ്പെട്ട ബുദ്ധിജീവികളെയും കലാകാരന്മാരെയും വധിക്കുകയോ നാടുകടത്തുകയോ വേട്ടയാടുകയോ ജയിലിലാക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് ഒരുപക്ഷെ സംഘപരിവാറിനോട് താല്പര്യമുള്ള ആളുകളടക്കം, പക്ഷേ അതിനോട് പലതരത്തിലും ബന്ധപ്പെടുന്ന ആളുകളടക്കം ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു രാജ്യം ഈ ഫാസിസ്റ്റ് അധികാരത്തിൻ്റെ കീഴ്പ്പിലേക്ക് പോയാൽ പിന്നെ അവർ ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ട് ആൾക്കാർക്ക് മാത്രമല്ല ജീവിതം അസാധ്യമാവുക, ഒരു രാജ്യം മുഴുവൻ സമാധാനരഹിതമായ ഒരു ജീവിതത്തിലേക്ക്, ജനാധിപത്യവിരുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് പോകുകയും ഇതിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർക്കടക്കം വലിയ വില നാളെ കൊടുക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് ഏതെങ്കിലും ഒരു ആഡ്കോർ പറയുക RSS സംഘപരിവാറിൻ്റെ പ്രവർത്തകർ അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിശാലയിൽ നിന്നുണ്ടാവുന്ന, അതിന് ഒരുപക്ഷെ ഹിന്ദുമത വിശ്വാസികളോ അല്ലെങ്കിൽ ഒരുപക്ഷെ BJP പിന്തുണയ്ക്കുന്ന ആൾക്കാരോ തന്നെ മൊത്തം പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല, അവരടക്കം അതിനെ എതിർക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അത്ര അപകടകരമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ വാജ്പേയി ഭരിച്ച സമയത്ത് പോലും അത്തരം യാതൊരു BJP RSS ആയിരിക്കെ തന്നെ ആ കാലത്തെ പിന്നെ അവർ ഇടപെട്ടിരുന്ന ജനാധിപത്യപരമായ ചില രീതികൾ, പിന്നെ ചില കീഴ്വഴക്കങ്ങളൊക്കെ പാലിക്കാൻ നിർബന്ധിതമായിരുന്നൊരു സാമൂഹിക സാഹചര്യത്തിലാണ് അവരൊക്കെ വളർന്നു വന്നത്. ഇന്നിപ്പം മോദിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ പുതിയ RSS നേതൃത്വത്തെ സംബന്ധിച്ചോളം അത്തരം കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ വളരെ വഷളായിരിക്കുന്നു എന്നൊരു സൂചനയാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു. യെസ്, അത്തരം സൂചനകൾ ഉണ്ടാകുമ്പോൾ പുതിയ തലമുറ ഏതു തരത്തിലായിരിക്കും ഇത്തരം കാര്യങ്ങളെ കാണുക? ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ എന്തിന് തൻ്റെ കലാപ്രവർത്തനം അവസാനിപ്പിക്കണം? RSS ആക്രമണങ്ങൾ തന്നെ മടുപ്പിക്കുന്നുവെന്ന് ഗുരു ചേമഞ്ചേരി. SR ശക്തിധരൻ, VK ജോസഫ്, രാഹുൽ ഈശ്വർ, P രാജൻ. രാഹുൽ ഈശ്വറിലേക്ക്. രാഹുൽ ഈശ്വർ, SRS പറഞ്ഞതും VK ജോസഫ് പറഞ്ഞതും, അവിടെ പുതിയ കാലഘട്ടം ഇതിനെ ഏതു തരത്തിലാണ് കാണുന്നത്? ഭയപ്പാടുകൾ അവർക്ക് അന്യമാണ്. നമ്മൾ കൂടുതൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഗുരു ചേമഞ്ചേരിക്ക് സംഭവിച്ചത്. ദൗർഭാഗ്യകരമാണ്. നമ്മളെല്ലാവരും ഒറ്റ ഏകകണ്ഠേന അതിനെ കണ്ടം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഈ വിഷയത്തിൽ സങ്കീർണമായ വിശ്വാസവും സെൻസിറ്റീവും തമ്മിലുള്ള പ്രശ്നത്തിൽ വളരെ പ്രസക്തമായ ഒരു നിലപാട് 2008 പ്രകാശ് കാരാട്ട് സബോർഡിനേറ്റ് അല്ലെ ഇൻഡോ US ന്യൂക്ലിയർ ഡീലിനെ കുറിച്ച് എഴുതിയൊരു പുസ്തകത്തിൽ വെക്കുന്നുണ്ട്. അതിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു ചിത്രത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപാട് സെൻസിറ്റിവിറ്റി ഉള്ളൊരു നാടാണിത്. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം ആരെയും പ്രകോപിപ്പിച്ച് അവിടുത്തെ ഹാർഡ് ലൈനേഴ്സിന് സ്പേസ് കൊടുക്കരുത് എന്ന്. ഇപ്പോൾ ഉദാഹരണം കൽബർഗിയുടെ കാര്യം അല്ലെങ്കിൽ ദബോൽക്കറുടെ കാര്യം എടുക്കൂ. വിഗ്രഹങ്ങളിൽ വിസർജിക്കണം തുടങ്ങിയ പ്രസ്താവനകൾ വരുന്നു. അപ്പോൾ ഇതും ഒരു തരം സാംസ്കാരിക ഫാസിസമാണെന്ന് തിരിച്ചറിയാതിരിക്കരുത്. ഇതാണ് യഥാർത്ഥത്തിൽ ഏത് സമുദായത്തിലെയും തീവ്രസ്വരക്കാർക്ക് ഫ്യൂവൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം ഏത് തീവ്രസ്വരക്കാർ, അത് ഹിന്ദു ആയാലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും അതിനെ തള്ളിപ്പറയണം. അതോടൊപ്പം ഈ നിരീശ്വരവാദം എന്ന് പറയുന്ന യുക്തിചിന്ത എന്ന് പറഞ്ഞു നിൽക്കുന്ന ഭൂമികയിൽ നിൽക്കുന്നവരും പർപ്പസ്ഫുള്ളി പ്രൊവോക്കിംഗ് ആയിട്ട്, മനഃപൂർവ്വം പ്രകോപിപ്പിക്കാനായിട്ടുള്ള അത്തരം സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് വരുമ്പോൾ അത് ഹാർഡ് ലൈനേഴ്സിനെ എംബോൾഡൻ ചെയ്യാൻ നമ്മൾ മറക്കരുത്. അതുകൊണ്ട് കുറെ കൂടെ ഒരു സമന്വയത്തിന്റെ ഭൂമിക, ഒരു ഗാന്ധിയൻ ഭൂമിക, എല്ലാവരെയും വിമർശിക്കുമ്പോൾ തന്നെ മതങ്ങളെ വിമർശിക്കണം, എല്ലാവരെയും വിമർശിക്കുമ്പോൾ അതിനൊരു ബഹുമാനവും സെൻസിറ്റിവിറ്റിയും അതിനൊരു കരുതൽ വേണം എന്നൊരു നിലപാടിലേക്ക് എത്തുകയാവും. ഇന്ത്യയെ പോലെ ഒരുപാട് ജാതിയും മതവും വർഗവും വിശ്വാസവും ഉള്ള നാട്ടിൽ സെൻസിബിളായ ഒരു മിഡിൽ ഗ്രൗണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും ഹാർഡ് ലൈനേഴ്സ് ഇത്തരം കാര്യങ്ങളുടെ ഉപയോഗം എടുക്കുകയും അവർ വളരാൻ ശ്രമിക്കുകയും ചെയ്യും എന്ന കാര്യം നമ്മൾ ഈ അവസരത്തിൽ വിസ്മരിക്കരുത്. സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ മറക്കരുത്. മറക്കരുത്. ശ്രീ P രാജൻ, അത്തരത്തിൽ രാഹുൽ ഈശ്വർ പറയുമ്പോൾ നേരത്തെ SRSും VK ജോസഫും പറഞ്ഞതും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നാം നേടിയ ആർജവം അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സാംസ്കാരികപരതയാണ്. ആ ആർജവം, നമ്മുടെ നിലപാട് തറ, അതിൻ്റെ മണ്ണൊലിച്ചു പോകുന്നു എന്ന് ചില കോണുകളിലെങ്കിലും ഭയം ഉയർത്തുന്ന രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ വന്നാൽ ആ അഭിപ്രായത്തിന് സാധുത എത്രമാത്രമാണ്? ആ അഭിപ്രായത്തിന് കാര്യമായ സാധുതയില്ല.
എന്തുകൊണ്ടെന്നാൽ ഇത് ഒറ്റപ്പെട്ട ക്രിമിനൽ കേസുകളെ ഇപ്പോൾ ഭരണാധികാരികൾ അവർക്കിഷ്ടമില്ലാത്തവർ അധികാരത്തിൽ വന്നു എന്ന കാരണത്താൽ അതിശയോക്തിപരമായി പ്രചരണം നടത്തുന്ന ഒരു ഭാഗമായിട്ടല്ലാതെ ഞാൻ കാണുന്നില്ല. കാരണം മുമ്പും ഈ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏകപക്ഷീയമായ രീതിയിലല്ലാതെ ഇവിടുത്തെ എൻ്റെ മാർക്സിസ്റ്റ് സുഹൃത്തുക്കൾ പ്രതികരിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, മതവികാരം വ്രണപ്പെടുത്തുക എന്നത് കുറ്റകരമാക്കുന്ന വകുപ്പ് ഇന്ത്യയിലെ ശിക്ഷാ നിയമത്തിൽ നിന്ന് എടുത്തു കളയണമെന്ന് കഴിഞ്ഞ 10-50 കൊല്ലമായി ഞാൻ വാദിക്കുന്നതാണ്. ഇന്നും അത് വാദിക്കുന്നു. അതൊരു ചർച്ചാ വിഷയമാക്കുക, അങ്ങനെ ഒരു മാധ്യമ ചർച്ച വരുത്തുക എന്നതിന് പകരം മതവികാരങ്ങളെ ബഹുമാനിക്കണം, അന്യമതങ്ങളെന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്ത് മുമ്പ് സംസാരിച്ച ആ സുഹൃത്ത് പറഞ്ഞ പോലെയുള്ള അത്ര ഒരു വികാരപരമായ കാര്യം, മതത്തിന് കൺസെഷൻ കൊടുക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലില്ല. അതിൻ്റെ കാരണം ലോകത്തിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക സംഭാവന ഇന്ത്യ നൽകിയിട്ടുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനാണ്. ദൈവനിഷേധം കുറ്റകരമല്ലാത്ത ഒരേ ഒരു സംസ്കാരം ഭാരതത്തിനാണ് ഉള്ളത്. അതിനെ ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത്. എനിക്ക് തീവ്രവാദികളായ ഹിന്ദുക്കളോട് പറയാനുള്ളത്, അവർ ഹിന്ദു സംസ്കാരത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വാദിക്കേണ്ടത് മുസ്ലിങ്ങളായാലും ഹിന്ദു ആയാലും ആർക്കും സമാധാനപരമായ അഭിപ്രായം കയ്യേറ്റം ചെയ്യാനല്ല, അഭിപ്രായം പറയാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് വാദിക്കേണ്ടത്. മതവികാരങ്ങളെ വ്രണപ്പെടുത്താനുള്ള അവകാശം തന്നെ ഇന്ത്യയിലുണ്ട്, അത് ചെയ്യണം. അതുകൊണ്ടാണ് മതത്തെ വിമർശിച്ചുകൊണ്ടാണ് ഒരു സ്വതന്ത്ര ചിന്തന വരുന്നതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ വിവിധ മതങ്ങൾ സഹവർത്തിക്കുന്നത് ഈ വിമർശനം അനുവദിച്ചതുകൊണ്ടാണ്. കാറൽ മാർക്സ് തന്നെ പറഞ്ഞിരിക്കുന്നത്, ടാർട്ടറുകളും മുഗളന്മാരും അറബികളും എല്ലാം ഇന്ത്യ ആക്രമിച്ച് കീഴടക്കിയെങ്കിലും അവർ ചരിത്രത്തിൻ്റെ ശാശ്വത നിയമത്താൽ സംഭവിക്കുന്നത് പോലെ തന്നെ അവരുടെ കൂടുതൽ പരിഷ്കൃതമായ ജനതയുടെ സംസ്കാരത്തിന് വിധേയരായി എന്നാണ്. ആ കൂടുതൽ പരിഷ്കാരം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം പഠിപ്പിച്ചതാണ്. ഹിന്ദു വൈസ്ഡ് എന്ന അദ്ദേഹം വാക്ക് ഉപയോഗിച്ചത് ഹിന്ദു ഹൈന്ദവൽക്കരിക്കപ്പെട്ടു എന്ന് തന്നെയാണ്. ആ ഹൈന്ദവത്തെയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. അത് ഭാരത സംസ്കാരമാണ്, വ്യത്യസ്തതകളുടെ സഹവർത്തിത്വമാണ്. അതിനു പകരം രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി മോഡി അധികാരത്തിൽ വന്നതിനെതിരായി പ്രചോദിപ്പിക്കാനുള്ള ഒരു ഭാഗമായിട്ട് ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിക്കരുത്. എവിടെയെങ്കിലും ജാതീയമായ സംഘടന അല്ലാത്ത ഒരാൾ വേറെ ജാതിയിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് വർഗീയതകളെന്ന് പറയുക, അങ്ങനെയുള്ള രീതി ദയവ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾ ഉപേക്ഷിക്കണം. അത് അവർക്ക് രാഷ്ട്രീയ നേട്ടങ്ങൾ പോലും ഉണ്ടാക്കില്ല എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഇന്ന് ഈ പറയുന്ന രീതിയിൽ സാംസ്കാരിക ഫാസിസം മോഡി അധികാരത്തിൽ വന്നു എന്ന കാരണം കൊണ്ട് ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചിട്ടില്ല. അങ്ങനെ മനഃപൂർവ്വം പ്രചരിപ്പിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും മറ്റൊക്കെ എതിരായി നിൽക്കുന്ന ഒരു ഇസ്ലാമിക പുരോഹിതനെ കൂട്ടുപിടിക്കാനായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കൾ ശ്രമിക്കുന്നതെന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ശരിയാകാം, അല്ലാതിരിക്കാം. പിന്നെ കഴിഞ്ഞ കാലത്തെ പ്രചരണം നിങ്ങൾ നോക്കൂ. RSSും ഏറ്റവും കൂടുതൽ സ്ത്രീ വിരുദ്ധമാണ്, ബ്രാഹ്മണ മേധാവിത്വമാണെന്നൊക്കെയാണ് ആരോപണം ഉന്നയിച്ചത്. ഏറ്റവും കൂടുതൽ ക്യാബിനറ്റിൽ സ്ത്രീകൾ വന്നിരിക്കുന്ന ഇവരുള്ളപ്പോഴാണ്. 3 മുഖ്യമന്ത്രിമാരെ സ്ത്രീകളാക്കിയത് RSS മറ്റേ ഈ സോക്കോൾഡ് BJPക്കാരാണ്. അംബേദ്കറുടെ വീട് എടുക്കുകയും ഇന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുകയും ചെയ്തതെന്നും ബീഹാറിൽ നിന്ന് വാർത്ത വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മുൻകൂട്ടി ഒരു അജണ്ട നിശ്ചയിക്കുന്നത് നിങ്ങളാണ്. അത് ദയവേത് വസ്തുതകൾ പഠിച്ചതിന് ശേഷം ആരോപണം ഉന്നയിക്കുക, ഇല്ലെങ്കിൽ അത് തിരിച്ചടിക്കുകയുള്ളൂ. SRS അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, പി രാജൻ ചൂണ്ടിക്കാണിക്കുന്നത്, വസ്തുതകൾ മനസ്സിലാക്കാതെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പാർവതീകരിക്കുന്ന ഒരവസ്ഥ നിലവിൽ ആ രീതിക്ക് പ്രാമുഖ്യം ലഭിക്കുന്നുണ്ടോ? അതാണോ നാം ഈ പറയുന്ന പേരുകളൊക്കെ? രജനീകാന്ത്, അദ്ദേഹത്തിന് സിനിമയിലേക്ക് വരുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിനെതിരെ RSSുകാർ രംഗത്തെത്തുന്നു എന്ന് വാർത്ത പറയുന്നത് രജനീകാന്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ. കൽബുർഗിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, പൻസാരയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, KS ഭഗവാന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഈ പേരുകളൊക്കെയും ഒറ്റപ്പെട്ടതായി ഇന്ത്യൻ സമൂഹത്തിൽ കാട്ടപ്പെടുന്നു ബോധപൂർവം. അല്ല, അതൊരു മറുതന്ത്രമാണ്. രാജനെപ്പോലുള്ള ഹിന്ദു വർഗീയവാദിയെന്നും ഞാൻ പറയുന്നില്ല, ഹിന്ദു പക്ഷപാതിത്വമുള്ള ആളുകളുടെ മനസ്സിൽ വരുന്ന കാര്യമാണ്. കാരണം ഹിന്ദു പക്ഷപാതിത്വം എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു അപകടകരമായ കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഈ രാജ്യത്ത് ഇപ്പം ഇത്രയും ചുരുങ്ങിയ ഒരു 1.25 വർഷം കൊണ്ട് ഇത്രയും സാംസ്കാരിക നായകന്മാരുടെയോ അല്ലെങ്കിൽ സാംസ്കാരിക പ്രബുദ്ധതയുള്ള ആളുകളുടെയോ ഒക്കെ നേരെ ആക്രമണം നടത്താനായിട്ടുള്ള വാസന എവിടെ നിന്നാണ് വന്നത്? ഇവരൊക്കെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. BJP അല്ലാത്തൊരു ഗവൺമെൻറ്റും ഈ രാജ്യത്തുണ്ടായിരുന്നല്ലോ. അപ്പോഴും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ആ ഒറ്റപ്പെട്ട സംഭവങ്ങളിലും ആ ജനാധിപത്യവാദികൾ ഈ രാജ്യത്ത് നീതിയും അതുപോലെ തന്നെ സമാധാനവും പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ അതിനു വേണ്ടിയിട്ട് വാദിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആക്രമണം വന്നിരിക്കുന്നു,
ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഗുരു ചെമഞ്ചേരിയുടെ അവിടെ വിദ്യാലയത്തിൽ കയറി ഈ ആക്രമണം കാണിച്ചിട്ട് ഇവിടെ ഒരുപാട് സാംസ്കാരിക നായന്മാരുണ്ടല്ലോ. ആരെങ്കിലും ഒരു പ്രതിഷേധ ശബ്ദം പുറപ്പെടുവിച്ചിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്ത് വലിയ ചരിത്രകാരന്മാരുണ്ട്, ഗവേഷണം നടത്തുന്ന. ഞാൻ ആളുടെ പേരൊന്നും പറയണില്ല, വല്ലതും മിണ്ടിയിട്ടുണ്ടോ? ഇതൊരു സാംസ്കാരിക ഫാസിസം എന്ന് ഞാൻ പറയാൻ വാക്കുപയോഗിക്കുന്നില്ല. പക്ഷേ ഈ രാജ്യത്ത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന, സ്വന്തമായ അഭിപ്രായം പറയുന്ന, മറ്റ് സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെതിരായിട്ടുള്ള ആക്രമണം അത് ഈ സംഘപരിവാർ അധികാരത്തിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ മോഡിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയാൻ പോലും നാവ് പൊങ്ങാത്ത സാംസ്കാരിക നായന്മാരാണ് ഈ രാജ്യത്തുള്ളത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനെ എതിർത്തുകൂടാ? എന്നിട്ട് അവരുടെ കുറ്റവും പറഞ്ഞു, മാർക്സിസ്റ്റുകാരുടെ കുറ്റവും പറഞ്ഞു. ഇത് മിണ്ടാതിരുന്നിട്ട് ഇതുപോലുള്ള ചർച്ചകളിൽ കയറി വന്നിട്ട് ഇത്തരത്തിലുള്ള അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളെ ഹിന്ദുത്വത്തിനെതിരായി പറയുന്നവരെയല്ല, മറ്റു തരത്തിൽ ജനങ്ങളുടെ ചിന്തയിൽ കൂടുതൽ സൗകര്യങ്ങൾ വളർത്തിക്കൊടുക്കുന്ന സാംസ്കാരിക നായകന്മാരുടെ നേരെ ആക്രമണം വരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞ മുഴുവൻ ആളുകളുടെയും പേരുകൾ എടുത്ത് നോക്കുക. മഹാരാഷ്ട്രയിലുണ്ടായത് മൻസാരിയുടെ, അതുപോലെ തന്നെ മറ്റേ കർണാടകയിൽ ഇപ്പോൾ മറ്റേ രജനീകാന്തിൻ്റെ കാര്യത്തിൽ, ഇതൊക്കെ തന്നെ ഒരു ഭീഷണി എന്തു ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ ആളുകളെ ഭയപ്പെടുത്തി അധികാരത്തിൻ്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ അങ്ങ് ശരിപ്പെടുത്തി കളയും എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ്. അത് നല്ലതല്ല. അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നാം ഇതിനെ കാണരുത്. ഇന്ന് മാർക്സിസ്റ്റുകാരുടെ നേരെയാണ് വരുന്നതെങ്കിൽ നാളെ നിങ്ങളുടെയൊക്കെ നേരെ തന്നെ ഇത് തിരിഞ്ഞു വരാനായിട്ടുള്ള അവസരമുണ്ടാകും എന്ന് മനസ്സിലാക്കാനുള്ള ദീർഘവീക്ഷണവും അതിനുള്ള ഒരു ജനാധിപത്യ ബോധവും എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. മാർക്സിസ്റ്റുകാർക്കായാലും കൊള്ളാം, മറ്റേ കോൺഗ്രസ്സുകാർക്കായാലും കൊള്ളാം, BJPക്കാർക്കായാലും കൊള്ളാം. അവരുടെ ഭാഗത്തു നിന്നല്ലേ. ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്ര സ്ഥലങ്ങളിൽ ആക്രമണം നടന്നു? എന്ത് RSSന് ചൊറിയണം? എന്തിനെ കയറി ആക്രമിക്കാൻ നടക്കണേ? ആ ആക്രമണങ്ങളെയൊക്കെ പൊതിഞ്ഞ് അതിനൊക്കെ വളയം കൊടുത്തുകൊണ്ട് സംസാരിക്കുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ. അതാണ് നമ്മുടെ രാജ്യത്തെ അപകടം മുഴുവൻ ഉണ്ടാക്കുന്നത്. എതിർക്കില്ലല്ലോ ഒരൊറ്റ ആൾ. ഉമ്മൻചാണ്ടി വരെ RSSനെ എതിർക്കുന്നുണ്ടോ? അതാണ് അതിനകത്തൊരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. അത് പറയട്ടെ രാജൻ, ഇല്ലയെന്ന് പറയട്ടെ. യെസ്, ഇത്തരമൊരു അവസ്ഥയിൽ ഗുരു ചേമഞ്ചേരി കേരളത്തിൻ്റെ അവസ്ഥ പറയുമ്പോൾ ശ്രീനാരായണ പ്രതിഷ്ഠകൾ വൻതോതിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ ടിപ്പുവിന് വേഷമിടാൻ നിന്ന രജനീകാന്ത് നേരിട്ട ഭീഷണി, അതോടൊപ്പം കൽബുർഗി, പൻസാരെ, KS ഭഗവാൻ, ഗിരീഷ് കർണാടക അടക്കമുള്ളവർ ബിംബങ്ങളായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരു രാഷ്ട്രീയം അത് സംസ്കാരത്തിൻ്റേതാണെങ്കിൽ ആ സംസ്കാരം അതിനു നേരെയുള്ള കടന്നുകയറ്റം ഒറ്റപ്പെട്ടതാണോ? അങ്ങനെ ഒറ്റപ്പെട്ടതല്ല എങ്കിൽ അതിൻ്റെ അജണ്ട ഏതു തരത്തിലാണ്? എന്തു രാഷ്ട്രീയം രൂപീകരിക്കാനാണ്? ഗുരു ചേമഞ്ചേരി കലാപ്രവർത്തനം അവസാനിപ്പിക്കുമോ? അവസാനിപ്പിക്കരുതെന്ന് ലോകത്താകമാനമുള്ള ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് ഈ ചർച്ചയുടെ പ്രസക്തിയും. അദ്ദേഹത്തിൻ്റെ സ്കൂളിന് നേരെ ആക്രമണമുണ്ടായത് RSSുകാർ ഒരു വിഭാഗം ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. തൻ്റെ വിദ്യാലയത്തിന് നേരെയുള്ള ആക്രമണത്തിൽ മനം മടുത്തുവെന്നും ഗുരു പറയുമ്പോൾ VK ജോസഫിലേക്ക്. ശ്രീ VK ജോസഫ്, നേരത്തെ P രാജൻ ചൂണ്ടിക്കാണിച്ചെടുത്ത് നിന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അത് പാർവതീകരിക്കപ്പെടുന്നു. അവിടെ ഉയരുന്ന നാം നേരത്തെ പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെയും ഈ പേരുകൾ ചർച്ച ചെയ്യുമ്പോൾ അത് ഒറ്റപ്പെട്ടതാണോ? കലാകാരന്മാരുടെ അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെ സംസ്കാരം അത് പല രീതിയിൽ സാംസ്കാരികമായി വരുമ്പോൾ നാടകമായാലും സിനിമയായാലും കലയായാലും കഥകളിയെ ലോക തലത്തിലേക്ക് ഉയർത്തിയ വ്യക്തിയെ കുറിച്ചുള്ള ആ സന്ദർഭത്തിലാണ് നാം ഈ സംസ്കാരം കൊണ്ടുവരുന്നത്, ഈ ചർച്ച കൊണ്ടുവരുന്നത്. ആ സാംസ്കാരിക പ്രവർത്തകൻ എന്ത് പറ്റുന്നു? ഇതിനെയൊക്കെ നാം ദേശീയത എന്ന് കൂട്ടി വായിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ അതിർവരമ്പുകൾ എവിടെയാണ്? ദേശീയതയെ നാം കൂട്ടുപിടിക്കുന്നു. അത് ഹൈന്ദവമാകട്ടെ ഏതു തരത്തിലുള്ളതാകട്ടെ, ഇന്ന് നാം ദേശീയത എന്ന് ചർച്ച ചെയ്യപ്പെടുകയും ആ ദേശീയതയുടെ ബിംബങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവരെ അപകടപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരു വിഭാഗം മാറുകയും ചെയ്യുകയാണെങ്കിൽ ആ സംസ്കാരം ഭരണതലത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്തരമായിരിക്കും? ശ്രീ രാജൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്. ഒന്ന്, ആളുകൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ കഴിയണം. മതങ്ങളെ വിമർശിക്കാനുള്ള അനുമതി ഉണ്ടാവണം. ദൈവങ്ങൾക്കെതിരെയും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം. അത് മൂന്ന് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ്
അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ എടുക്കേണ്ട ഒരു നിലപാടല്ല അദ്ദേഹം ഇതിൽ സ്വീകരിക്കുന്നത്. അതിലൊരു വക്രതയുണ്ട് എന്ന് ഞാൻ വായിക്കുന്നു. പക്ഷേ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്ന ഒരു വക്രതയുണ്ട്. ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന ആൾക്ക് അങ്ങനെ തോന്നാം. എനിക്ക് ബഹുമാനമുള്ളൊരു സുഹൃത്താണ്. ഇതെങ്ങനെയാണ് അദ്ദേഹത്തിന് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയുന്നത്? ഈ മൂന്ന് തത്വങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾ, അതാണ് ഇന്ത്യൻ പാരമ്പര്യം എന്ന് ആൾ. എങ്ങനെയാണ് കലബുർഗിയെ പോലെയുള്ള ഒരാളുടെ വളരെ വളരെ പ്രശസ്തനായ അദ്ദേഹം മതത്തിനെ അവഹേളിക്കുകയോ വിഗ്രഹങ്ങൾ അവഹേളിക്കുകയോ അല്ല ചെയ്തത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ബസവണ്ണ എന്ന് വിളിക്കപ്പെടുന്ന ബസവേശ്വരൻ്റെ സിദ്ധാന്തങ്ങൾ അദ്ദേഹം ഈ വിഗ്രഹാരാധനയ്ക്കെതിരെ അതിൻ്റെ മാമൂലുകൾക്കെതിരെ പൊരുതുകയും ജനങ്ങളെ വേറെ തരത്തിലേക്കുണ്ടെയും വേറൊരു മതമുണ്ടാക്കുകയും ചെയ്ത ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് മനുഷ്യപ്പറ്റുള്ളൊരു മതം വേണമെന്നാണ്. മനുഷ്യപ്പെട്ടില്ലാത്തൊരു മതം എന്തു മതമാണ്? അപ്പോൾ അതുകൊണ്ട് മതത്തിനുള്ളിലെ മനുഷ്യപ്പെട്ടിന് വേണ്ടി പൊരുതിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ വീണ്ടും മതചിന്തയെ വിഗ്രഹാരാധനയുടെ ഇടുങ്ങിയ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യപ്പെട്ടില്ലാത്ത ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുമ്പോൾ അതിനെതിരെ നിരന്തരം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇതുവരെ തൻ്റെ 75ാമത്തെ വയസ്സ് വരെ തൻ്റെ സർഗാത്മകമായ തൻ്റെ ചിന്തയുടെ ലോകത്തെ സ്വതന്ത്രമായി പ്രയോഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ചതുപോലെ, അങ്ങനെ ഞാൻ പറയാം, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നേരെ മുമ്പിൽ നെഞ്ചിൽ വന്ന് തോക്കുകൊണ്ട് ഈ 3 കേസുകൾ അങ്ങനെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. അത് RSS കൃത്യമായി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയുടെ തുടർച്ചയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ രീതിയെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം അതങ്ങനെ ഒറ്റപ്പെട്ടൊരു സംഭവമായി മാറുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ എപ്പോഴാണ്, ഇതിനു മുമ്പ് എപ്പോഴാണ് ഇങ്ങനെ ഒരു എഴുത്തുകാരനെ വെടിവെച്ച് കൊന്നത്? അപ്പോൾ അദ്ദേഹത്തെ പോലെ അത്ര ധാരണയുള്ള ഒരാൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? അപ്പോൾ അതെല്ലാം ഇന്ത്യയുടെ പാരമ്പര്യത്തിനെതിരെ നിൽക്കുന്ന ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്കെതിരെ മനുഷ്യരെ മുഴുവൻ നയിക്കുന്ന, മനുഷ്യരെ വർഗീയമായി വേർതിരിക്കുന്ന, മനുഷ്യരെ അമിതാധികാരത്തിലേക്ക് കൊണ്ടുപോകുന്ന, മനുഷ്യനെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്കൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന പല ശക്തികളും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പം അതിൻ്റെയൊക്കെ ഇടപെടലായി കണ്ട് പ്രതിരോധിക്കേണ്ടത് ഈ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും എല്ലാ ആളുകളും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ രാജ്യത്ത് മതത്തിനെതിരെ സംസാരിക്കാൻ, മതവികാരത്തിന് വ്രണപ്പെടുത്തലല്ല, മതത്തിന് അവഹേളിക്കലല്ല, മതവിമർശനം സാധ്യമാവണം, ഈശ്വര വിമർശനം സാധ്യമാവണം. അതുകൊണ്ട് മറ്റൊരാളുടെ വിശ്വാസം ഇല്ലാതാവുന്നില്ല. കാരണം ഇന്ത്യയിലെ ഓരോ കാലത്തും നമ്മുടെ മതവിശ്വാസങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതാത് കാലത്തെ വ്യവസ്ഥാപിതമായ മതബോധത്തിനെതിരെ പൊരുതിയാണ്. ത്തിൻ്റെ പ്രചാരകർ തന്നെ, അതിൻ്റെ ആചാര്യന്മാർ തന്നെ ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം എടുത്തു നോക്കാം. അന്ന് നിലനിൽക്കുന്ന മത അധികാരത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. ചട്ടമ്പിസ്വാമി എടുത്തു നോക്കാം. ചട്ടമ്പിസ്വാമി വേദാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ശൂദ്രന് വിദ്യ സാധ്യമാവണം എന്നുള്ള നിലയിൽ അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ ഓരോന്നിനും നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയെയും ഒരു അധികാരത്തെയും മതബോധത്തെയും അതിൻ്റെ വ്യവസ്ഥയെയും എതിർത്തുകൊണ്ടാണ് അവരൊക്കെ മുമ്പോട്ട് പോയത്. അത് വേണമെങ്കിൽ മതത്തെ എതിർക്കുന്നതായി പറയാം, എൻ്റെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന പറയാം. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത്, അല്ലെങ്കിൽ സ്വന്തം വിഗ്രഹം, സ്വന്തം ശിവനെ ഒക്കെ പ്രതിഷ്ഠിക്കുന്നത്, അത് ഹിന്ദുമതത്തിൻ്റെ ആചാരങ്ങൾക്കെതിരാണ്, ബ്രാഹ്മണ്യത്തിനെതിരാണെന്ന് പറയാം. അപ്പോൾ വെടിവെച്ച് കൊല്ലണ്ടേ? ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണണ്ടേ? അപ്പോൾ ഇതൊക്കെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ഒരു സമാധാന അന്തരീക്ഷത്തെ തകർത്തുകൊണ്ട് മനുഷ്യരുടെ ജീവിതം മുഴുവൻ ദുസ്സഹമാക്കുന്ന ഒരു കാലത്തേക്കാണ് പോകാൻ പോകുന്നത്. ഇതിനകത്തുനിന്ന് ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ ആളുകൾക്ക് മാത്രമായിട്ട് ഒരു ജീവിതം സാധ്യമാവോ? ഇന്ത്യയിൽ സാധ്യമാവില്ല. ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളെയും ഈ രാജ്യത്തെ മുസ്ലിങ്ങളെയും ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെയും മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട് ഇവർക്കൊരു ലോകം ഉണ്ടാക്കാൻ കഴിയുമോ? അത് വെറും തോന്നലാണ്. ലോകത്തെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ ചരിത്രത്തിൽ നമ്മൾ പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നമ്മളെപ്പോലെ വിദ്യാഭ്യാസമുള്ള ആളുകൾ, സംസ്കാരമുള്ള ആളുകൾ, ചെറുപ്പക്കാരൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് ആലോചിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഇന്ത്യയിൽ ഉണ്ടായി വരുന്നുണ്ട്, ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ഒരുപക്ഷെ നേരത്തെ ഈ സംഘപരിവാറിനെ മോഡിയെ പിന്തുണച്ചിരുന്ന പല ആളുകൾ, നിങ്ങളിപ്പോൾ ഫേസ്ബുക്കും അതിൻ്റെ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണാം, മോഡിയുടെ ആരാധകർ, സംഘപരിവാറിൻ്റെ ആരാധകരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. രാഹുൽ ഈശ്വരനൊക്കെ നോക്കിയാൽ മനസ്സിലാവും. വലിയ സംവാദങ്ങൾ, മോഡിയെ പിന്തുണച്ചവർ തന്നെ ഇതിനെതിരെ വർത്തമാനം പറഞ്ഞു തുടങ്ങി.
അവർ മോഡിക്കെതിരായോണ്ടല്ല. മോഡി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മോഡിയുടെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന പി രാജന്റെ നിരീക്ഷണം ശരിയല്ല, തീരെ ശരിയല്ലെന്ന് മാത്രമല്ല അത് ചരിത്രവിരുദ്ധമാണ്. യെസ്, അത്തരം ചരിത്ര വിരുദ്ധത എന്ന് വി കെ ജോസഫ് അടക്കം പറയുമ്പോൾ ചരിത്രത്തെ പുനർവായിക്കുക എന്നുള്ളതിന് വഴിതെറ്റൽ പുതിയ തലമുറയിൽ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോൾ വിമർശകരെ എടുത്തു നോക്കിയാൽ ദയാനന്ദ സരസ്വതി ഇതിനേക്കാളെല്ലാം ശക്തമായി വിമർശിച്ചതല്ലേ? നമുക്ക് വട്ടാണെന്നാണ് വിവേകാനന്ദ സ്വാമിയോട് വന്നിട്ട് പറഞ്ഞിട്ട് പോയത്. വിവേകാനന്ദ സ്വാമിയെ നമ്മൾ ഏറ്റവും വലിയ സന്യാസിയായിട്ടാണ് ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഫാദർ ഓഫ് മോഡേൺ ഹിന്ദുത്വ എന്ന് പറയുന്ന സവർക്കർ നിരീശ്വരവാദിയാണ്. അങ്ങനെ പുനരെഴുത്തുകൾ നടത്തുന്ന ആധുനിക കാലത്ത് എന്തുകൊണ്ട് അവർക്ക് വെടിയുണ്ടേൽക്കേണ്ടി? തീർച്ചയായും ഒന്നോ രണ്ടോ ഫ്രിഞ്ച് എലിമെന്റ്സ് കാണും, എല്ലാ മതങ്ങളിലും കാണും ഏതെങ്കിലും ഒരു തീവ്രതയുള്ള ആൾക്കാർ. എന്തിന്? ഗോഡ്സെയെ എതിർക്കാൻ വേണ്ടി നമ്മുടെ പാർലമെന്റിൽ ഗോഡ്സെ എന്ന ശബ്ദം പോലും അൺപാർലമെന്ററി ആയിരുന്നു. കഴിഞ്ഞ വർഷം വേറൊരു ഗോഡ്സെയുടെ പേര് വന്ന ഒരാൾ വന്നവരോ മാറ്റിയത്. ആ പേര് പോലും ഉച്ചരിക്കാൻ നമ്മുടെ പാർലമെന്റിൽ പാടില്ല. ഗോഡ്സെയുടെ നാടകം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ഒരു പരിധി വേണം. പിന്നെ മറന്നുകൂടാത്ത കാര്യം, തസ്ലീമ നസ്രീനെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് നമ്മൾ പുറത്താക്കിയത്? തസ്ലീമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലായിരുന്നോ? ഞാൻ തസ്ലീമ നസ്രീൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോട് യോജിക്കുന്ന വ്യക്തിയല്ല. മനഃപൂർവ്വം പ്രവാചകനെ മോശമാക്കുന്നതാണ്, നമ്മുടെ ഇസ്ലാം സഹോദരന്മാരെ പ്രകോപിപ്പിക്കുന്നതാണ്. പക്ഷേ നമുക്കിത് എല്ലാത്തിനും ഒരു ബാലൻസ് വേണം. രാജീവ് ഗാന്ധി ആദ്യമായിട്ട് സാത്താനിക് വേഴ്സസ് ഇസ്ലാമിക രാജ്യങ്ങൾ ബാൻ ചെയ്യുന്നതിന് മുമ്പ് സാത്താനിക് വേഴ്സസ് ബാൻ ചെയ്ത രാജ്യമാണ് ഇന്ത്യ. അന്ന് പല സെക്കുലർ എന്ന് സ്വയം വിളിക്കുന്ന ആൾക്കാർക്കും വലുതായി കൊണ്ടില്ലല്ലോ. അപ്പോൾ ഈ ചാനൽ ചർച്ചകളിൽ എടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള നിലപാടാണ് അപരിമിതമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ മതസമുദായങ്ങളെയും നിരീശ്വരവാദത്തെയും കൊണ്ടൊരു ബാലൻസിങ് ഗ്രൗണ്ട് വേണം. ഒരൊറ്റ വരി തന്നെ ആരും അഡ്രസ് ചെയ്യാത്തൊരു വരിയാണ്, വിഗ്രഹങ്ങളിൽ വിസർജിക്കണം. കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ യു ഷുഡ് യൂറിനേറ്റ് ഓൺ ഐഡൽസ്. യു ആർ അനന്തമൂർത്തിയുടെയും കൽബുർഗയുടെയും അടക്കം എൻഡോഴ്സ് ചെയ്യപ്പെട്ട വരികളാണ്. ഇത് തീർച്ചയായും അവരുടെ സ്വാതന്ത്ര്യമാണ്, അവർ വേണമെങ്കിൽ ചെയ്തോട്ടെ, എനിക്ക് വിരോധമില്ല. ഇത് കേട്ട് ഏതെങ്കിലും ഒരു മതഭ്രാന്ത് കൂടിയിരിക്കുന്നവൻ ഒരുപക്ഷെ റിയാക്ട് ചെയ്തേക്കാം, അവൻ തുറങ്കലിൽ അടയ്ക്കപ്പെടണം. പക്ഷേ പർപ്പസ്ഫുള്ളായിട്ട് ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നത് ശരിയല്ല എന്ന സത്യം നമ്മൾ മറക്കാതിരുന്നു. പക്ഷേ ഇത് ശ്രീനാരായണ ഗുരുവും ഈ പറഞ്ഞ കേരളത്തിന്റെ നവോത്ഥാന നായകരെന്ന് പറയുന്നവരൊക്കെയും അതത് കാലഘട്ടത്തിൽ ഇത്തരം തീവ്രമായ ഭാഷകൾ സംസാരിച്ചിരുന്നു. ഭാഷ മാത്രമല്ല അവരുടെ ചെയ്തികളും അവർ തീവ്രമായ ഭാഷ റിഫോം ചെയ്തതാണ്. പെരിയോർ രാമസ്വാമി നായ്ക്കർ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കാൻ പറഞ്ഞ പെരിയോർ രാമസ്വാമി നായ്ക്കർ നമ്മുടെ അമ്പലം ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വന്നിരുന്നു. ക്ഷേത്രപ്രവേശനം അംഗീകരിച്ചാൽ അവിടെയാണ് SRSഉം വി കെ ജോസഫ് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്കൊന്നും വാതിൽ തുറക്കുമ്പോൾ വെടിയുണ്ടയെ ഭയക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് ഈ പേരുകൾ വരുന്നു. ടിപ്പുവിന്റെ വേഷം അഭിനയിക്കുമെന്ന് പറയുമ്പോൾ ടിപ്പു തമിഴ്ന വികാരത്തിന് എതിര് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നൊരവസ്ഥ. പേന അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്ന പെരുമാൾ മുരുകൻ, അതോടൊപ്പം തന്നെ കൽബുർഗിയുടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പൻസരെ, മറ്റൊന്ന് ഒരു കാര്യം കൂടി. ഇന്ന് ഒരു ട്വിറ്ററിലേക്ക് ബജരംഗദളിന്റെ ഒരു നേതാവിന് 3 പേരാണ് ഞങ്ങളുടെ ടാർഗറ്റ്, 2 പേര് സാധ്യമായി കഴിഞ്ഞു. KS ഭഗവാൻ ഇനി നിങ്ങളാണ് എന്ന് പറയാൻ ഇന്ത്യയിലെ ഒരു സാഹചര്യത്തിന് എന്തുകൊണ്ട് സാധിക്കും? അതൊന്നും ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുന്നവരെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും സ്വാതന്ത്ര്യമാണെന്ന് പറയരുത്, അവരെ അറസ്റ്റ് ചെയ്യണം. പക്ഷേ പക്ഷേ ഇവിടെ ഒരു വിഷയമുണ്ട്. ഇവിടെ നമ്മൾ എല്ലാ വിഷയങ്ങളും ഇപ്പൊ പെരുമാൾ മുരുകൻ എന്ന് പറഞ്ഞു, അവിടെ ഒരു പ്രത്യേക സമുദായത്തിലെ സ്ത്രീകൾ ഒരു ദിവസത്തേക്ക് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ വേശ്യകളായി മാറുമെന്ന് എഴുതി മാറുമ്പോൾ ആ പ്രത്യേക സമുദായത്തിന് ഇത് വേദനിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ വേദനിക്കുന്നവർക്ക് തോക്കോ കത്തിയോ എടുക്കാനുള്ള പെരുമാൾ മുരുകനെതിരെ ആരും തോക്കോ കത്തിയോ എടുക്കാനുള്ള ശക്തി എവിടെ നിന്ന് ലഭിക്കും? MF ഹുസൈന്റെ ചില ചിത്രങ്ങൾക്ക് എനിക്ക് പ്രകോപനമായി തോന്നി. ഞാൻ കേരള ഹൈക്കോടതിയിലേക്ക് പോയി അനുകൂലമായ വിധി സമ്പാദിച്ചു. ഹുസൈൻ സാറിനെ കാണുമ്പോൾ ഹുസൈൻ ചെയ്യുന്ന ഹുസൈൻ സാബിനെ വിളിക്കൂ. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ പെയിന്റർ എന്ന വ്യക്തിക്കെതിരല്ല, ചില പെയിന്റിങ്ങുകൾക്കെതിരാണ്. അപ്പൊ ഈ രീതിയിൽ സമചിത്തതയോട് അതിനെ എതിരാൻ കഴിയണം. ടിപ്പു സുൽത്താന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. പക്ഷേ ടിപ്പു അക്ബറിനെ പോലെ സെക്കുലറായ രാജാവല്ല. ആ സമചിത്തത അതിനാദ്യമായിട്ട് വെച്ചാൽ ഇവരിതൊക്കെ പറയുന്നല്ലോ, ഇതെല്ലാം ഓരോരോ സംഘടനയിലും ഓരോ സ്ഥലത്തും ഓരോ സമുദായത്തിലും നുഴഞ്ഞു കയറിക്കൊണ്ട് വളരെ ആസൂത്രിതമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സുധീഷ് മിന്നി എന്ന് പറഞ്ഞ് 25 വർഷം സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ RSSൻ്റെ പ്രചാരകനായി അതിൻ്റെ വേദഗണിതത്തിൻ്റെ അധ്യാപകനായി ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചിട്ടുള്ള ഒരാൾ RSS വിട്ട് അതിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് മനമെടുത്ത് RSS വിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നരകസാഗരത്തിലെ ഉള്ളറകൾ എന്ന് പറഞ്ഞിട്ട് ചിന്ത പ്രത്യേകിച്ചിട്ടുള്ളതാണ്. അത്തരം പുസ്തകങ്ങൾ ആ പുസ്തകങ്ങൾ രാഹുൽ സ്വന്തം വായിച്ചു, സ്വന്തം അനുഭവം പറഞ്ഞിരിക്കുന്നത്. അത് വെറും കള്ളല്ല. എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നുഴഞ്ഞു കയറുന്നത്, എങ്ങനെയാണ് ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് സമാധാനമായ അന്തരീക്ഷം ഉണ്ടായിരുന്നത്, ഞാനടക്കമുള്ള ആളുകൾ
അസമാധാനം ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ആളുകൾ അതൊക്കെ വായിച്ച ഞാൻ ഒരു പ്രസ്ഥാനത്തിലെയും വ്യക്തിയല്ല, പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരന് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് തോന്നലുണ്ട്. അത് പല കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലും ഉണ്ട്. തസ്ലിമ നസ്രീൻ ഒരു നീതി, എം എഫ് ഹുസൈന് വേറൊരു നീതി, സാത്താനിക് വേഴ്സസിന് ഒരു നീതി, ഹൈന്ദവ ചിത്രങ്ങൾ ആരാണ് അത്തരം നീതികൾക്ക് സംരക്ഷണം ഒരു തെറ്റിനെ ഇപ്പൊ തസ്ലിമ നസൂറിന്റെ പ്രശ്നത്തെ സംബന്ധിച്ച തെറ്റിനെ നമ്മൾ വേറൊരു ഇഷ്യൂ വെച്ചിട്ട് ന്യായീകരിക്കുന്നില്ല. രാജീവ് ഗാന്ധിയുടെ അടക്കം ഭരണം താങ്കൾക്ക് പറയുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനും അത്തരം അഭിപ്രായം ഉണ്ടായിരിക്കാം. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് BRM ഷഫീർ രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം ആധിപത്യങ്ങൾ ഉണ്ടാകുമ്പോൾ, സാംസ്കാരിക അധിനിവേശം അതിനപ്പുറത്തേക്ക് ഫാസിസത്തിലേക്ക് പോകുമ്പോൾ ഭരണകൂടങ്ങൾ അത് നിയന്ത്രിക്കുന്നവർക്ക് അവരുടേതായ അജണ്ടകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമല്ല രാജ്യം ഇതുവരെ ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾ. രാജ്യത്ത് കോൺഗ്രസ് സർക്കാരുകളൊന്നും തന്നെ ഏതെങ്കിലും ഒരു കലാസൃഷ്ടിയെയോ അല്ലെങ്കിൽ ഒരു സൃഷ്ടാവിനെയോ ഒന്നും ഇതുപോലെ സാംസ്കാരിക അധിനിവേശം നടത്താൻ ഒരു കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടില്ല. ഇവിടെ ഈ ഗുരു ചേമഞ്ചേരിയുടെ കലാപീഠം അടിച്ചു തകർത്ത് അവിടുത്തെ ജീവനക്കാരനായ അജിത് കുമാറിനെ മർദ്ദിച്ച സംഭവം വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഇവിടെ ചർച്ചയിൽ പല മാധ്യമ സുഹൃത്തുക്കളും സംസാരിച്ചതായി കണ്ടത്. ഒരു കാര്യം ഞാൻ പറയാം, ഭരണഘടനാ സ്ഥാപനങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും അക്കാഡമിക് സ്ഥാപനങ്ങളിലും സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എന്തിനേറെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടെ RSSും സംഘപരിവാർ ശക്തികളും കൂടി കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു ഫാസിസ്റ്റ് അജണ്ട ഇവിടെ നടപ്പിലാക്കി വരാനുള്ള ഒരു ശ്രമം നടക്കുകയാണ്. അവിടെ കോൺഗ്രസ് അതിന്റേതായ സംരക്ഷണം ഉയർത്തുന്നു എന്നുള്ള ആക്ഷേപവും ശക്തമാണ്. ഉദാഹരണം പറയാം. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ പറഞ്ഞത്. ഇവിടെ പിന്നെ ഞാൻ ചോദിക്കട്ടെ, 2013 ഗോവിന്ദ ഫൻസാരയുടെയും കുൽബർഗിയുടെയും പെരുമാൾ മുരുകന്റെ പേരുകൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരിടത്തും തന്നെ ഒരു ഗോവിന്ദ ഫൻസാരയോ കുൽബർഗിയോ ഒരു വെടിയേറ്റ് മരിച്ചിട്ടുമില്ല. ഒരു പെരുമാൾ മുരുകന് അദ്ദേഹത്തിന്റെ എഴുത്ത് നിർത്തേണ്ടിയും വന്നിട്ടില്ല. 2, നിങ്ങൾക്കറിയാമല്ലോ, ലോകം കണ്ട ഏറ്റവും വലിയ സോഷ്യലിസ്റ്റും ഏറ്റവും വലിയ ഒരു സാഹിത്യകാരനുമായ ഡോക്ടർ അനന്തമൂർത്തി മരിച്ചു എന്ന് വാർത്ത കേട്ടപ്പോ കർണാടകയിൽ ഉടനീളം ലഡു വിതരണം നടത്തി ആഘോഷിക്കുകയായിരുന്നു അവിടുത്തെ സംഘപരിവാർ ശക്തികൾ. ഏറ്റവും അവസാനം നമുക്കിപ്പോ മനസ്സിലാക്കുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിലെ ഒരു ഭരണഘടനാ സ്ഥാനവും വഹിക്കാത്ത RSSന്റെ മോഹൻ ഭഗവതിന്റെ വിജയദശമി പ്രഭാഷണം ലൈവായി ടെലിവിഷനിലൂടെ നമ്മൾ കേട്ടപ്പോ അത് കൃത്യമായ ഒരു അജണ്ടയാണ്. ആ അജണ്ട എങ്ങനെ നടപ്പിലാക്കി? വിവേകാനന്ദ ഫൗണ്ടേഷന്റെ എഡിറ്ററായിരുന്ന ശ്രീ A. സൂര്യപ്രകാശ് എന്ന് പറയുന്ന RSSകാരനെ അതായത് ഇത്തരം കാര്യങ്ങൾ ഒറ്റപ്പെട്ടതല്ല. സമൂഹത്തിൽ ബോധപൂർവം ഭരണകൂടം ഇപ്പോൾ നിലവിൽ അത് നടപ്പാക്കുന്നു. അത് വളരെ ശക്തമായി വേരൂന്നിയിരിക്കുന്നു. ആ ഭയം താങ്കൾക്കുണ്ടോ? അല്ലെ, നിർബന്ധമായി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഏറ്റവും അവസാനം മനസ്സിലാക്കേണ്ടത്, രാജ്യത്ത് നോബൽ സമ്മാനം കിട്ടിയ ഡോക്ടർ അമർത്യ സെന്നിനെ നളന്ദ സർവകലാശാലയുടെ VC സ്ഥാനത്ത് നിന്ന് എന്ത് വേഗമാണ് അവർ പുറത്താക്കിയത്. MF ഹുസൈനെ, ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ MF ഹുസൈന്റെ കാര്യം. MF ഹുസൈനെ നാട് കടത്തിയേ തീരൂ എന്ന് വളരെയധികം വാദിച്ച അംബാചരൺ വസിഷ്ഠ് RSSന്റെ കമൽ സന്ദേശന്റെ എഡിറ്ററായിരുന്നു. അദ്ദേഹത്തിനെ ഇവർ നിയമിച്ചിരിക്കുന്നത് എവിടെയെന്നറിയോ? രാജ്യത്തിന്റെ പാഠ്യപദ്ധതി നിശ്ചയിക്കുന്ന NCERTCയുടെ സിലബസ് നിശ്ചയിക്കുന്ന സമിതിയുടെ ഉപദേഷ്ടാവാക്കി ഈ ഭരണകൂടം നിശ്ചയിച്ചിരിക്കുകയാണ്. ഷഫീർ, രാഹുൽ ഈശ്വറിന് താങ്കളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒറ്റ ചോദ്യം. തസ്ലീമ നസറിന്റെയും പ്രവാചകനെ നിന്ദിച്ച സാത്താനിക് വേഴ്സസ് എഴുതിയ സൽമാൻ റുഷ്ദിയുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സഫീർ അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങള് കോൺഗ്രസ് ഒരു സൃഷ്ടിയുടെയും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഒരു കാലത്തും രാജീവ് ഗാന്ധി ബാൻ ചെയ്തത്. ഒരു കാര്യം എന്റെ രാഹുൽ ഈശ്വർ ഒരു കാര്യം മനസ്സിലാക്കുക, തസ്ലിമ നസ്റിനും ഈ പറയപ്പെടുന്ന സൽമാൻ റുഷ്ദിയും ഒക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് കാണിക്കുന്ന അതായത് ശ്രീ ഷഫീർ, അന്നൊക്കെ ഒറ്റപ്പെട്ട തരത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ രീതികൾ, പക്ഷേ ഇന്ന് കൊലക്കത്തി ആ നിലപാടെടുക്കുന്നവരുടെ മേൽ വീഴുന്നു. ആ ഭയം വലിയ തോതിൽ ഇന്ത്യൻ സമൂഹത്തിൽ വർദ്ധിക്കുന്നു. ആ വിശ്വാസം താങ്കൾ വർദ്ധിക്കുന്ന ഏറ്റവും അവസാനം രജനീകാന്ത് ടിപ്പു സുൽത്താൻ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തിട്ടൂര മറക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു? വളരെ വ്യക്തമാണ്. സമയപരിമിതിയുമുണ്ട്. ഒരു കാര്യം കൂടെ പറയാം. എന്തിന് സ്റ്റാമ്പിൽ പോലും ദീനദയാൽ ഉപാധ്യായയോ ശ്യാം പ്രകാശ് മുഖർജിയൊക്കെ കൊണ്ടുവരാൻ ഞങ്ങൾക്കെതിരില്ല. പക്ഷെ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ചിത്രം പോലും സ്റ്റാമ്പിൽ പാടില്ല എന്ന് വാശി പിടിക്കുന്ന സാംസ്കാരിക അധിനിവേശം, നാളെ അവർ ഗോഡ്സെയുടെ ചിത്രം സ്റ്റാമ്പിൽ വെച്ചാൽ അത്ഭുതപ്പെടാനില്ല. ആ ആശങ്കകൾ താങ്കൾ പങ്കുവെക്കുന്നത് വളരെ വ്യക്തമാണ്. വളരെ വേഗം തിരികെ എത്താം. ഒരു ചേമഞ്ചേരിയുടെ വിദ്യാലയം ആക്രമിക്കപ്പെടുമ്പോൾ അത് RSSകാരാണെന്ന ആരോപണം ഉയരുമ്പോൾ P. രാജനിലേക്ക്. ശ്രീ P. രാജൻ,
നേരത്തെ അഡ്വക്കേറ്റ് ഷഫീർ പറയുന്ന രീതി അനുസരിച്ചും അന്നൊക്കെയും കാര്യങ്ങളുണ്ട്. പക്ഷേ വളരെ അടുത്ത കാലത്തായി പോയ ഒരു 1-1.5 വർഷത്തിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നു. ആ ഭയപ്പാട് സമൂഹത്തിൽ വളരുന്നു. വ്യത്യസ്തമായ അഭിപ്രായം അല്ല ഷഫീർ പറയുന്നത്. അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല ഒറ്റപ്പെട്ടതെന്ന അഭിപ്രായമുള്ളതെന്നാണ് ഷഫീർ പറയുന്നത്. ഇതിനെ എങ്ങനെ ഒറ്റപ്പെട്ടതാക്കാൻ കഴിയും എന്ന് SRSഉം VK ജോസഫും ചോദിക്കുകയും ചെയ്യുന്നു. അതിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ്. ഒന്ന്, കർണാടകത്തിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇതൊരു ക്രിമിനൽ കേസാണ്. അവർക്ക് സംശയമുള്ള ആളുകളെ കുറ്റം ചെയ്ത് അറസ്റ്റ് ചെയ്ത് കേസെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ബോംബെയിൽ നടന്ന മറ്റൊരു സംഭവം, അതും ആ മഹാരാഷ്ട്ര ഗവൺമെൻറ്, വ്യത്യസ്ത ഗവൺമെൻറ്റുകളാണ്. ഇതെല്ലാം ഭരിക്കുമ്പോൾ അത് മനസ്സിലാക്കാതെ അതെല്ലാം മറച്ചു വെച്ച് ഇത് മോഡി അധികാരത്തിൽ വന്നുകൊണ്ടുള്ള ഭവിഷ്യത്തുകളാണെന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ്. മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവും. മാത്രമല്ല, അവിടെ IS പ്രവർത്തിക്കുന്നത് സംഘപരിവാർ ഉണ്ടായതുകൊണ്ടാണോ? കാർട്ടൂണിൻ്റെ പേരിൽ ഫ്രാൻസിൽ വെടിവെച്ച് കൊന്നത് സംഘപരിവാറിലുണ്ടാണോ? അല്ല. ഇത് നിങ്ങൾ കാണാറില്ല. ഇത് കാണാതെ ഏകപക്ഷീയമായി പ്രചരണം നടത്തുമ്പോൾ അതിനെതിരായ വികാരം പ്രകടിപ്പിക്കേണ്ടിവരാണ്. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും എതിർക്കേണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ്. അതിന് സമയമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഞാൻ എത്രയോ കൊല്ലം മുമ്പ് താങ്കൾ വളരെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഒരുപക്ഷെ ഞാൻ അടക്കമുള്ളവർ താങ്കളെ ഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ എനിക്കുള്ളൊരു സംശയം, വ്യത്യസ്ത ഗവൺമെൻറ്റുകളാകും എന്ന് പറയുമ്പോഴും ലോകത്തിൻ്റെ തന്നെ ഇത്തരം അധിനിവേശങ്ങളെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് അധിനിവേശങ്ങളെ എടുത്തു കഴിയുകയാണെങ്കിൽ അതിനൊരു അജണ്ടയുണ്ട് എന്നും അതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക ഒളിഞ്ഞാണെങ്കിൽ കൂടി അതിൻ്റെ പ്രത്യക്ഷമായ കൈകൾ, അതിൻ്റെ വ്യാപ്തി ഒരു രാഷ്ട്രത്തെയോ ഒരു പ്രദേശത്തെയോ അടക്കം, ഞാൻ ഇന്ത്യയുടെ കാര്യം അടക്കം ഞാൻ പറയുന്നില്ല, നാസി ജർമ്മനി അടക്കം അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടക്കം എടുക്കുകയാണെങ്കിൽ അവിടെ കോൺഗ്രസ് സർക്കാരെന്നോ അല്ലെങ്കിൽ BJP സർക്കാരോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ദേശീയത എന്നുള്ള ഒരു വലിയ ക്യാൻവാസിലേക്ക്, അവിടെയാണ് സംഘത്തിൻ്റെ അല്ലെങ്കിൽ സംഘികളുടെ ഭീഷണി എന്ന കൊട്ടേഷൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും. അതിൻ്റെ കരങ്ങൾ വളരെ വലുതാകുമ്പോഴാണ് രജനീകാന്തിന് ടിപ്പു സുൽത്താൻ അവതരിപ്പിക്കപ്പെടാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റ് പറഞ്ഞ പേരുകൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഗിരീഷ് കർണാടിലേക്ക്, രജനീകാന്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അതൊക്കെ ഒറ്റപ്പെട്ടതോ അല്ലെങ്കിൽ വ്യത്യസ്തതകളോ എന്ന് പറഞ്ഞ് മാത്രം എങ്ങനെ ഒഴിവാക്കാൻ കഴിയും? ഇത്തരം സാംസ്കാരിക അധിനിവേശങ്ങളെ, അതിൻ്റെ വ്യാപ്തിയെ, ഇന്നത് സംഘപരിവാർ എന്നുള്ള തലത്തിലേക്ക് വരുമ്പോൾ ഒറ്റപ്പെട്ട പ്രാദേശികമായ സർക്കാരുകളിലെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുമോ ശ്രീ പി രാജൻ? അത് ഒറ്റപ്പെട്ടാന്ന് ഞാൻ പറയാൻ കാര്യം, ചില അബറേഷൻസ് തങ്ങൾ അധികാരത്തിലുള്ളപ്പോഴും തങ്ങൾ മർദ്ദിക്കപ്പെടുന്നു എന്ന തോന്നലുള്ള ചില ഫ്രിഞ്ച് ആൾക്കാർ നടത്തുന്ന സംഭവങ്ങളെ അപലപിക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, മതവികാരം വ്രണപ്പെടുത്തുക എന്ന വകുപ്പ് അവിടെ അപലപിക്കണമെന്ന് പറയുമ്പോൾ അവിടെയാണ് നേരത്തെ പറഞ്ഞത് സംരക്ഷണത്തിന്റെ, ശ്രീ പി രാജൻ, സംരക്ഷണത്തിന്റെ കൈകൾ. 15 പേർ ഗുരു ചേമഞ്ചേരിയുടെ വിദ്യാലയം ആക്രമിക്കുന്നു, ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, ബാക്കി 15 പേർ ഇപ്പോഴും പുറത്ത്. ക്രിമിനൽ കേസിൽ താങ്കൾ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുമ്പോൾ ഓരോ നിമിഷം വൈകുമ്പോഴും അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. ഇത്തരം സംരക്ഷണങ്ങൾ ഒരാളെ പിടിക്കുമ്പോൾ തന്നെ കതക് തുറക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകന് നേരെ വെടിയുണ്ട വരുന്നു, മറ്റൊരാളെ ഇനി താങ്കളാണ് ലക്ഷ്യമെന്ന് പരസ്യമായി പറയുന്നു. ഇതൊക്കെയും സംരക്ഷണത്തിൻ്റെ ആ ശക്തികൾ അവരുടെ ശക്തി വലുതാകുന്നു എന്ന ആശങ്ക പങ്കുവയ്ക്കപ്പെടുകയാണ്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഭരിക്കുന്ന ആരാണ്? ഈ കേരളത്തിൽ നടന്ന സംഭവത്തിൽ കോൺഗ്രസ്സുകാരിലെ ഭരിക്കുന്ന ഒരു RSSകാരനെ അറസ്റ്റ് ചെയ്തു, ബാക്കിയുള്ളവരെ നിങ്ങൾ പറയുമ്പോൾ ഉടനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഒരു ക്രിമിനൽ കേസിൽ അങ്ങനെ എവിടെയെങ്കിലും നടക്കുമോ? നിങ്ങൾ പറയുമ്പോഴേക്കും ഇന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനഃപൂർവ്വം സത്യസന്ധമായിട്ടായിരിക്കാം, നിങ്ങളുടെ വികാരം അനുസരിച്ച് നിങ്ങൾ ഇവരെ കുറ്റപ്പെടുത്തണം, അയ്യോ പത്തോ നിലവിളിക്കണം എന്നുള്ള നിങ്ങളുടെ ആ പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണെന്ന് മറ്റുള്ളവർ സംശയിച്ചാൽ ഒരു കുറ്റമില്ല. കാരണം രമേശ് എന്ന് പറയാം ഉടനെ തന്നെ എല്ലാത്തരം സാംസ്കാരിക ഫാസിസത്തെ എതിർക്കണം. ചേമഞ്ചേരിയുടെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ കൽബുർഗിയുടെ കാര്യം പറയുമ്പോൾ രജനീകാന്തിന്റെ കാര്യം പറയുമ്പോൾ അപ്പുറത്ത് AR റഹ്മാന്റെ ഫത്വയുടെ കാര്യം കൂടെ പറയണം, ഈ നമ്മുടെ തസ്ലീമ നസീറിന്റെ കാര്യം കൂടെ പറയണം. നമ്മൾ ഇത് പറയുമ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ അർത്ഥത്തിൽ തന്നെയാണ് ഏതു തരത്തിലുള്ള സാംസ്കാരിക ഫാസിസത്തെയും അതിന് ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ തർക്കിക്കാറില്ല. യെസ്, ഇതിൽ തർക്കത്തിന്റെ കാര്യവുമില്ല ശ്രീ പി രാജൻ. താങ്കളുടെ നിലപാടുകൾ വ്യക്തവുമാണ്, അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. 100 വയസ്സ്
തികഞ്ഞ കഥകളി ആചാര്യൻ ചേമഞ്ചേരിയുടെ വിദ്യാലയം വരെ ആക്രമിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ചർച്ച അതിൻ്റെ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയവുമായിരിക്കുന്നു. SR ശക്തിധരനിലേക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയരുമ്പോൾ അതിന് ഓരോരുത്തർക്കും അവരവരുടെ നിലപാടുകൾ. പക്ഷേ സമകാലീന കേരളത്തിൽ, ഇന്ത്യയിൽ നാം എത്രമാത്രം ജാഗരൂകരാകണം, ഇതിനുള്ള പ്രതിരോധം എത്രമാത്രം അത്യന്താപേക്ഷിതമാണ്, എങ്ങനെ? അല്ല, അത് ഒരു ഭാഗത്ത് നമ്മൾ ജാഗരൂകരാകുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇത്തരം അധമശക്തികൾ വളർന്നു വരുന്നു. അതിനുള്ള വളം, അതിനുള്ള മണ്ണ് ഈ കേരളത്തിലും ഇന്ത്യയിലും ഒരുക്കി കൊടുക്കുന്നു നമ്മുടെ രാജ്യം എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതിനെ നമ്മൾ ചെറുക്കാൻ ശ്രമിക്കണം. അതിനെ ചെറുക്കാൻ ശ്രമിക്കുന്ന ഇവിടെ ജോസഫ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളിലൂടെ മാറ്റം വരുള്ളൂ. ഇന്ന് മോദിക്ക് ഇലക്ഷന് മുമ്പുണ്ടായിരുന്ന പിന്തുണ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ പിന്തുണച്ച ആളുകൾ അവരെല്ലാവരും തന്നെ സ്വാഭാവികമായിട്ടും അകന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? പ്രവർത്തനത്തിൻ്റെ ബലമായിട്ട്. അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ നമുക്ക് എങ്ങനെയാണ് ശക്തമായി നേരിടാൻ കഴിയുക? അതിന് ഈ സാംസ്കാരിക കൂട്ടായ്മയും മറ്റുമൊക്കെ പറയുമ്പോൾ ഒരു പുച്ഛിക്കുമെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു വലിയ ഇടം ഇന്ന് കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലും മഹാരാഷ്ട്രയിലുമൊക്കെയാണ് അത് വ്യക്തിപരമായി അല്ലെങ്കിൽ വ്യക്തിഹത്യയിലേക്ക് പോയിട്ടുള്ളത്. ഇവിടെ അങ്ങനെ വന്നിട്ടില്ല, വരും എന്നുള്ള കാര്യം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ഇതിൽ പ്രവർത്തിക്കാനായിട്ട്. അങ്ങനെ സംഘപരിവാറിനെ കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുള്ളതുകൊണ്ടാണ് രാജ. അത് മനസ്സിലാക്കിക്കൊള്ളുക. യെസ്, ഇത്തരം ചർച്ചകൾ വരുമ്പോൾ തന്നെ സാംസ്കാരിക ഫാസിസം അത് ഏതു തലത്തിൽ നിന്ന്, ആരുടെ ഭാഗത്തു നിന്നായാലും, ഏതു തരത്തിലുള്ളതായാലും, ചെറിയ അംശത്തിൽ പോലമായാലും അതിനെ പ്രതിരോധിക്കുക, ശക്തമായി പ്രതിരോധിക്കുക. ആ നിലപാടിലോട് മാത്രമേ ഒരു ജനതയ്ക്ക് സാംസ്കാരിക ഉന്നതി ഉണ്ടാവുകയുള്ളൂ. വളരെ നന്ദി ശ്രീ SR ശക്തിധരൻ, VK ജോസഫ്, P രാജൻ, രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിനും പങ്കെടുത്തതിനും. ഈ കുഞ്ഞിക്കണ്ണൻ, അതോടൊപ്പം അഡ്വക്കേറ്റ് BRM ഷഫീർ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി.